ഹായ് കൂട്ടുകാരെ, ചെറിയ ബുദ്ധി ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അതുപോലെ ചെയ്ത കുറച്ച് സംഭവങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നിറയെ വീടുകളാണ്. പറമ്പിലൊന്നും കാര്യം നടക്കില്ല. അതുകൊണ്ട് വളരെ എളുപ്പമായി ഒരു ബാത്റൂം അങ്ങ് നിർമ്മിച്ചു. എന്തായാലും കൊള്ളാം. വീട്ടിൽ എ സി വാങ്ങിയ സന്തോഷം അധിക നേരം നിന്നില്ല. എ സി ആദ്യ റൂമിൽ വെക്കും. അവസാനം ചുമര് പൊളിച്ച് എ സി 2 റൂമിലുമായി വെച്ചു. ഒരു ആഗ്രഹം തോന്നി, ഷവർ പൈപ്പിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ ഷവർ പൈപ്പ് വെക്കാനുള്ള പൈസയൊന്നുമില്ല. പിന്നെ കുപ്പിക്ക് ഓട്ടയിട്ട് ആഗ്രഹം സാധിച്ചു. കാർ ഓടിക്കാൻ പഠിക്കണം. ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് വേണം. അതിന് കാറൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം സൈക്കിളിൽ സ്റ്റിയറിംഗ് വെച്ചു. അത് ബാലൻസ് ചെയ്തു. ബാത്റൂമിൽ ഷവർ പൈപ്പ് വെക്കണം. എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല. അവസാനം വീട്ടിലിരുന്ന ബക്കറ്റ് എടുത്ത് തുളയിട്ട് ഷവർ പൈപ്പാക്കി. ഭാര്യയ്ക്കും അമ്മയ്ക്കും വാശി. അമ്മയ്ക്ക് മകൻ്റെ പുറകിലിരിക്കണം, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിൻ്റെ പുറകിലിരിക്കണം. അവസാനം ഭർത്താവ് ഈ ഒരു വഴിയാണ് പ്രയോഗിച്ചത്. ഒരുപാട് പൈസ കൊടുത്തു വാങ്ങിയാൽ ഇതൊന്നും അധിക നാൾ നിൽക്കില്ല, മോന് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അച്ഛൻ അവനൊരു ഷൂ അങ്ങുണ്ടാക്കി കൊടുത്തു. ഉപയോഗിക്കാതെ കിടന്ന പാൻറ്റങ്ങ് മുറിച്ചെടുത്ത് അതിൽ ബ്രഷും പേസ്റ്റും വെച്ചു. ഇനി അത് വാങ്ങാനായി വേറെ പൈസ ചെലവാക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് ബുദ്ധി? ഇഞ്ചക്ഷൻ കുക്കർ കേടായിപ്പോയി എന്ന് വെച്ച് ചായ കുടിക്കാതിരിക്കാൻ പറ്റുമോ? തക്കാലം അയൺ ബോക്സ് ഇഞ്ചക്ഷൻ കുക്കറായിട്ട് ഉപയോഗിക്കാം. നമ്മളോടാ കളി. ഉപയോഗശൂന്യമായ കുറെ ടയറങ്ങ് കിട്ടി. അതിൽ മണ്ണ് നിറച്ച് സ്റ്റെപ്പാക്കി വെച്ചു. കല്ലൊക്കെ വെച്ച് കെട്ടാൻ എത്ര സമയമെടുക്കും? എത്ര പണച്ചെലവാണ്? ഷൂവിന് വലിപ്പം കുറച്ച് കൂടിപ്പോയോ, അതോ കാല് കുറച്ച് ചെറുതായതാണോ എന്നറിയില്ല. എന്തായാലും നമ്മളോടാ കളി. നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കും. വീട്ടിലെ ക്ലോക്ക് പൊട്ടിപ്പോയി. പകുതി അക്ഷരങ്ങളുമില്ല. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സമയമറിയാൻ ഈ ഒരു മാർഗമല്ലേ പറ്റൂ. ഐഡിയ എങ്ങനെയുണ്ട്? വളരെ വെറൈറ്റി ആയിട്ട് ഒരു കസാര അങ്ങോട്ട് ഉണ്ടാക്കി. ഒരു സാധനവും വേസ്റ്റ് ആവാൻ നമ്മൾ സമ്മതിക്കില്ല. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാലേ? ഒരു വണ്ടി മോഷണം പോയതിൽ പിന്നെ കൂട്ടുകാരൻ ഇങ്ങനെയാണ്. ഒന്ന് മുള്ളാൻ പോവാൻ ആണെങ്കിലും വണ്ടി അവൻ ഇങ്ങനെ ലോക്കാക്കിയിടും. ഇതാവുമ്പോൾ പേടിക്കാനില്ല. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് എല്ലാവരും പറയും. എന്നാൽ ഇങ്ങനൊരു ഐഡിയ ആരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഒരു തുള്ളി പോലും പാഴാവില്ല. കാറിലിരുന്ന് പോകുന്ന ഒരു ഫീല് കിട്ടാൻ കൂട്ടുകാരൻ്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോൾ ഇറക്കത്തിൽ അതേ ഫീല് കിട്ടും. ചെരുപ്പും സൈക്കിളും സേഫാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗം നോക്ക്. ഒറ്റ ലോക്ക് കണ്ട് ചെരുപ്പും ലോക്കാക്കി, സൈക്കിളും ലോക്കാക്കി. വെള്ളം നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ ബൈക്ക് ഓഫായാലും സൈലൻസറിനുള്ളിലൂടെ വെള്ളം കയറാതിരിക്കാൻ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. സൈക്കിളിന് ലോക്കില്ല. സൈക്കിള് കൊണ്ടുപോകാനും പറ്റില്ല. ആകെയുള്ളത് ചെറിയൊരു ലോക്ക് മാത്രം. ആ ലോക്ക് ചെയിനിലങ്ങിട്ട് അവൻ സൈക്കിള് സേഫാക്കി. എന്തുവാടാ ഇത്? കുപ്പി തുളച്ച് ചെരുപ്പിൻ്റെ ബാറെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് തക്കാലം ചെരുപ്പായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഭയങ്കര ബുദ്ധി തന്നെ. ഗ്യാസ് അടുപ്പിൽ തീ കത്തിക്കൂ എന്ന് വാശിയാണ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു ഗ്യാസ് അടുപ്പങ്ങ് വാങ്ങിക്കൊടുത്തു. ഇനി തീ കത്തിക്കാലോ.